ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ഗംഗയും അതുപോലെ ഗംഗയുടെ കൂട്ടുകാരും കൂടിയിട്ട് അവർ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. അതായത് കാർത്തികയുടെ വിവാഹം മുടങ്ങി. ദിലീപ് ആ കല്യാണത്തിൽ നിന്ന് പിന്മാറി. ഇനി എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ മറ്റൊരുത്തൻ ആരും ധൈര്യപ്പെട്ട് അങ്ങനെ വരില്ല, ജീവനിൽ കൊതിയുള്ള ആരും വരില്ല എന്നൊക്കെയാണ് ഗംഗയുടെ കൂട്ടുകാരന്മാരൊക്കെ സന്തോഷിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇവിടെയാണെങ്കിൽ നമ്മുടെ മനോഹർ 2 കുഞ്ഞുടുപ്പുകൾ തൻ്റെ മകൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് കിരണിന്റെ കയ്യിൽ. കിരണാണെങ്കിൽ അത് വാങ്ങിച്ച് സരയുവിൻ്റെ കയ്യിൽ താൻ വാങ്ങിയതാണെന്നും പറഞ്ഞു കൊടുക്കുകയാണ്. വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് സരയു ആ ഉടുപ്പുകൾ വാങ്ങിക്കുന്നത്. പക്ഷേ കിരൺ എപ്പോഴും മണ്ടത്തരങ്ങളൊക്കെ കുറെ കാലമായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവള് താഴെയാണെന്ന ഒരു വിശ്വാസത്തിൽ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അരികിൽ ചെന്നിരുന്നിട്ട്, വീട്ടിലേക്ക് വന്നിരിക്കുന്ന അവരുടെ അരികിൽ ചെന്നിരുന്നിട്ട് അവരോട് ഈ ഒരു വലിയൊരു സത്യം തുറന്ന് പറയുകയാണ്. മനോഹർ തന്ന ഉടുപ്പുകളാണ് അത് എന്നും, അതുപോലെ തന്നെ കല്യാണി കുഞ്ഞിനെയും കൊണ്ട് അവള് ആശുപത്രിയിലേക്ക് മനോഹറിനെ കാണിക്കാൻ ഐസിയിൽ കിടക്കുമ്പോൾ പോയ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഇരുന്നിട്ട് ഉറക്കിനെ ഇങ്ങനെ പറയുന്നത് നമ്മുടെ സരയു കേൾക്കാനിട വരികയാണ്. അങ്ങനെ സരയു അത് കേൾക്കുമ്പോൾ സരയുവിന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സരയു അപ്പോൾ ഒന്നും പ്രതികരിക്കാതെ, അവരോടൊന്നും നേരിട്ടും പറയാതെ നേരെ താഴേക്ക് വരികയാണ്. നേരെ തൻ്റെ അമ്മയോട്, വളർത്തമ്മയോട്, ശാരിയോട് ദേഷ്യം കാണിക്കുകയാണ്. ശാരിയും വലിയ സന്തോഷത്തിലൊക്കെ തന്നെയായിരുന്നു, കുഞ്ഞിനെ കളിപ്പിച്ചൊക്കെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ശാരി ചോദിക്കുന്നുണ്ട്, എന്താ മോള് പോയ പോലെയല്ലോ, ഇപ്പം എന്താ മോളുടെ മുഖത്ത് ഇത്ര ദേഷ്യം, എന്താ മോൾക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് വളരെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് കിരൺ അവിടേക്ക് വരും. എന്താ പറ്റിയത് ഇവൾക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും പറ്റിയില്ല എന്ന് കിരണോട് ദേഷ്യപ്പെടാതെ, കിരൺ ഒന്ന് വന്നേ, ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശാരി പറയുന്നുണ്ട്, ഞാൻ നിൽക്കുന്നത് കൊണ്ടായിരിക്കും മോനെ, എന്നാൽ ഞാനിവിടെ നിന്ന് മാറിത്തരാം എന്ന് പറയുമ്പോൾ, വേണ്ട ഞങ്ങൾ പുറത്ത് പോയി സംസാരിച്ചോളാം എന്ന് പറയുകയാണ്. അങ്ങനെ നേരെ പോകുന്നത് അടുക്കളയിൽ ചെന്ന് തീപ്പെട്ടിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, എന്തിനാ നീ തീപ്പെട്ടിയൊക്കെ എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തീപ്പെട്ടിയും എടുത്തിട്ട് നേരെ പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ 2 കുഞ്ഞുടുപ്പുകൾ അത് നേരെ താഴത്തേക്ക് ഇട്ടിട്ട്, ഇതാര് വാങ്ങിയതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്, എന്താ സരയു, ഞാൻ കേട്ടിടാ നീ നിന്റെ അച്ഛനോടും അമ്മയോടും പറയുന്ന കാര്യങ്ങളെല്ലാം, നീ എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വളരെ ദേഷ്യപ്പെടുന്നുണ്ട്. അതുപോലെ അവൻ്റെ ഷർട്ടിൻ്റെ കുത്തനെ പിടിച്ചിട്ട് അവനെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പെരുമാറുകയൊക്കെ ചെയ്യുകയാണ്. എന്തായാലും സരയു എന്ത് ചെയ്താലും നമ്മുടെ കിരൺ ഒന്നും ചെയ്യാതെ, തിരിച്ചൊരു മറുപടിയും പറയാതെ, തൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. എന്തായാലും ആ ഒരു തീപ്പെട്ടി വെച്ച് ആ ഉടുപ്പ് 2 കത്തിച്ചങ്ങ് കളയുകയാണ്. അത് കണ്ടുകൊണ്ട് ശാരി അവിടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ, ഇതെന്തിനാ ഉടുപ്പ് കത്തിച്ചത് മോളെ എന്ന് ചോദിക്കുകയാണ്. എന്നോടല്ല ചോദിക്കേണ്ടത്, ഇവനോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ, വേണ്ട ആൻറ്റിയുടെ മകളോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിരൺ അവിടെ നിന്നും പോകുമ്പോൾ സത്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ശാരിയോട് പറയുകയാണ്. അങ്ങനെ സരയു വലിയൊരു തീരുമാനം എടുക്കുകയാണ്. സരയു പറയുന്നുണ്ട്, ഇവരിങ്ങനെയായി പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോഴും അവനോടാണ് വലിയ കൂറുള്ളത്, അവൻ വലിയ ആളായി നിൽക്കുകയാണ്, ഇവരൊക്കെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. അവൻ്റെ വാക്കുകളൊക്കെ അങ്ങനത്തെ വാക്കുകളാണല്ലോ, അത് കേട്ടും കണ്ട് ഇവർ വിശ്വസിച്ചിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടും. ഇവരുടെ ചെലവിൽ ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ്, ഇവരുടെ ഔദാര്യത്തിൽ നമ്മളിവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർ പറയുന്നതൊക്കെ നമുക്ക് കേട്ട് നിൽക്കേണ്ടി വരുന്നത്. എന്തായാലും അവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഇറങ്ങി കൊടുക്കണം. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇറങ്ങും. പിന്നെ അവൻ്റെ കമ്പനിയിലെ ജോലിയും എനിക്ക് വേണ്ട, ഞാനൊരു ടെക്സ്റ്റൈൽസിൽ നിൽക്കും, അവിടെ നിന്ന് ഞാൻ ജോലി ചെയ്തിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കും. പിന്നെ നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ അടുക്കളപ്പണിക്ക് പൊക്കോളണം എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മോള് പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ, അല്ല നിങ്ങൾ എൻ്റെ കൂടെ വരണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പൊക്കോളാം, പിന്നെ വേണമെങ്കിൽ വന്നാൽ മതി, മാത്രമല്ല നിങ്ങൾ എൻ്റെ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്തും ശാരിക്കിട്ടൊരു കുത്ത് നമ്മുടെ സരയു കൊടുക്കുകയാണ്. എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് സരയുവിന് ദേഷ്യം അടങ്ങുന്നില്ല. സരയുവിന് എന്തായാലും ഈ പറയുന്ന കുഞ്ഞിനെയും കൊണ്ട് മനോഹറിനെ കാണിക്കാൻ പോയ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആകെ തല പുകഞ്ഞങ്ങനെ നടക്കുകയാണ്. പിന്നെ കുഞ്ഞിനെ അവൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എത്രയും വേഗം അവൻ തിരികെ ജയിലോട്ട് പോകണമെന്ന് തന്നെയാണ് അവൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ നമ്മുടെ മനോഹറിനോട് ഈ ഒരു കാര്യം
കിരൺ വിളിച്ച് പറയുന്നുണ്ട്. കിരൺ കണ്ടോ വിളിച്ചോ പറയുന്നുണ്ട് സത്യങ്ങളെല്ലാം. എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അവൾക്ക് ഇനി എന്നെ ഒട്ടും വിശ്വാസം ഉണ്ടാവില്ല, ഞാനിനി എൻ്റെ ഇഷ്ടത്തിന് ഒരു കുഞ്ഞുടുപ്പ് കുഞ്ഞിന് വാങ്ങിക്കൊടുക്കാൻ പോലും എനിക്കിപ്പോൾ പറ്റില്ല, ആ ഒരു അവസ്ഥയിലാക്കി, നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാറ് ഇത്തിരി ശ്രദ്ധിച്ചിട്ടൊക്കെ വേണ്ടേ കൊടുക്കാനായിട്ട്, അവൾ ആ വീട്ടിലുള്ളത് സാരി ശ്രദ്ധിക്കേണ്ടല്ലായിരുന്നു എന്നിങ്ങനെ മനോഹർ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ്, ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറയുന്നത് അവൾ അവിടെ നിന്ന് കേട്ടതായിരുന്നു, എൻ്റെ ഭാഗത്തുമുണ്ട് മിസ്റ്റേക്ക് എന്നൊക്കെ കിരൺ പറയുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹർ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എൻ്റെ ആഗ്രഹം സാധിച്ചില്ല, ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഞാൻ എന്തായാലും തിരികെ ജയിലിലോട്ട് പോകുമെന്ന് പറയുകയാണ്. അതേ സമയത്ത് നമ്മുടെ സരയു ആണെങ്കിൽ വീണ്ടും രാഹുലിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. രാഹുലിനോട് പറയുന്നുണ്ട്, ആ മനോഹർ അവൻ ഇവിടെ പുറത്തിറങ്ങിയതിന് ശേഷം എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല, അവനെ എനിക്ക് വകവരുത്താൻ ഇതുവരെയും സാധിച്ചില്ല, അവനെ പൈസ കൊടുത്തിട്ട് ഏർപ്പാടാക്കിയ ഗുണ്ടകൾക്കൊന്നും അവനെ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല, തന്നെയല്ല ഇനിയിപ്പോൾ അവൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കിരണും കല്യാണിയും ഒക്കെ അവൻ്റെ സൈഡാണ്, അവന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണെന്നൊക്കെ പറയുമ്പോൾ രാഹുലും എന്തായാലും നമ്മുടെ സരയുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ തീ ആളിച്ച് വിടുന്നുണ്ട്. അവളുടെ മനസ്സിലെ കനൽ അങ്ങനെ ആളി കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവരോട് അതായത് കല്യാണി തന്നെയാണ് ഇതിൻ്റെ പുറകിൽ, കല്യാണിയാണ് കിരണിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞയക്കുന്നത്, അവളാണ് തീരേണ്ടത് ആദ്യം, നീ കല്യാണി എത്ര അധികം അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളുടെ മനസ്സ് തിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ദിലീപും അതുപോലെ തന്നെ ഈ പറയുന്ന കാർത്തികയും അവർ തമ്മിലുള്ള വിവാഹം രഹസ്യമായി തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതെന്തായാലും നമ്മുടെ ഗംഗ അറിയുന്നുണ്ട്. പക്ഷെ അത് ഇവനാണ് ദിലീപാണ് എന്നുള്ളത്, കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ദിലീപാണെന്ന് ഗംഗയ്ക്ക് തിരിച്ചറിയുന്നില്ല. കല്യാണമുണ്ട് എന്ന് മാത്രം മറ്റൊരു ആൾ വന്നിട്ട് നമ്മുടെ ഗംഗയോട് ഇങ്ങനെ പറയുകയാണ്. അപ്പം അത് കേൾക്കുന്ന അവൻ പറയുന്നുണ്ട്, അവളുടെ കഴുത്തിൽ ആര് താലി കെട്ടാനും ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും അവളെ ഒരു വിവാഹ ജീവിതത്തിൽ അവളുടെ കഴുത്തിൽ താലി അണിയാനും അവളെ നെറ്റിയിൽ സിന്ദൂരം അണിയാനും ഞാൻ സമ്മതിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗംഗ എന്തായാലും ആ സത്യം തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തായാലും ആരൊക്കെ തിരിച്ചറിഞ്ഞാലും അതേ മുഹൂർത്തത്തിൽ ഒരു കടപ്പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ കാർത്തികയുടെ കഴുത്തിൽ ദിലീപ് താലി കെട്ടുന്നത്. അങ്ങനെ അത് ഒരു പക്ഷേ ചിലപ്പോൾ ആരെങ്കിലും ഒരു സ്വപ്നോ കാര്യങ്ങളായിരിക്കാം. എന്തായാലും നമ്മുടെ ദിലീപ് കാർത്തികയുടെ കഴുത്തിൽ ശരിക്കും താലി കെട്ടുന്നുണ്ട്, നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്നുണ്ട്. ആരും അറിയാതെ ആ ഒരു വിവാഹം നടക്കുകയാണ്, ഗംഗപ്രസാദ് പോലും അറിയുന്നില്ല. അതേ സമയത്ത് അവനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാവുകയാണ്. അതുപോലെ തന്നെ അത് കല്യാണം നടന്നു കല്യാണം നടന്നതിന് ശേഷമായിരിക്കും ഗംഗ ഈ ഒരു സത്യം തിരിച്ചറിയുന്നത്. അപ്പോൾ അവനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമം സങ്കടം എല്ലാം കൂടിയിട്ട് അവൻ മനുഷ്യബോംബായി തന്നെ അവരുടെ അരികിലേക്ക് വന്നിട്ട് അവരെ കൊല്ലാനുള്ള ദേഷ്യമൊക്കെ അവനുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഈ ഒരു ഇതിൻ്റെ ഇടയിൽ ഈ പറയുന്ന ഗംഗയുടെ ഇത്രയും നാളും ഇത്രയും കൊലപാതകവും കാര്യങ്ങളൊക്കെ നടത്തി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗംഗയെ പൂട്ടാനുള്ള അവസാന വഴികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരാളുടെ ജീവൻ എടുക്കാനും അവന് സാധിക്കില്ല. അവനെ ഉടനെ പൂട്ടണ ഭാഗങ്ങളൊക്കെയാണ് നീ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.